മറ്റേ ലവളുണ്ടല്ലോ ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് അങ്ങനെ നമ്മുടെ രേണുസുധിയുടെ പുതിയൊരു വീഡിയോ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് രേണുസുധിയുടെ വീഡിയോ അല്ല നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്, ഈ നമ്മുടെ പേര് ശാന്തിവിള ദിനേശന്റെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശാന്തിവിള ദിനേശൻ വന്നിരുന്നിട്ട് രേണുസുധി പറ്റിയിട്ട് പറയുവാണ്, ദുബായിൽ ഈ പാർട്ടിയും പരിപാടിയൊക്കെ ദുബായിൽ രേണുസുധി പോകുന്നത് വേറെ പല പരിപാടികൾക്കും വേണ്ടിയിട്ടാണ്. പണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ ഏതോ ഒരു ആങ്കർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്ന രേണു ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും രേണുവിൻ്റെ പേര് പറയുന്നില്ല, കാര്യം രേണുവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കേസായി കഴിഞ്ഞാൽ അകത്ത് പോകത്തില്ലേ. രേണുവിനെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാറുണ്ട്, കാര്യം സോഷ്യൽ മീഡിയ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എനിക്ക് ബേസിക്കലി യോജിക്കത്തില്ല. നിനക്ക് യോജിക്കാറുണ്ടോ? ഇല്ല, രേണു ചെയ്യുന്ന സാധനങ്ങൾക്ക് നമുക്ക് എതിർക്കാം, പക്ഷെ ചുമ്മാ ഊരും പേരും ഒന്നും ഇല്ലാതെ തോന്നിയ ദിവസം അടിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് ഞാൻ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യത്തുമില്ല. എന്തായാലും നമുക്ക് ശാന്തിവിളയുടെ വീഡിയോ ഒന്ന് കാണാം. എവിടെ ശാന്തിവിള? ശാന്തിവിള കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി, എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇതില്ല, പണ്ട് ഈ എന്തെങ്കിലുമൊക്കെ ഈ വാരികയ്ക്കകത്തൊക്കെ വായിച്ചിട്ട് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവം പോലെ തോന്നുന്നത്. ഇയാളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വായി തോന്നിവാസങ്ങളെല്ലാം വിളിച്ച് പറയുവാണ്. അതായത് എന്നെ ആൾക്കാരൊന്നുമില്ല, പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും, അപ്പം മൈൻഡ് വരുന്ന സാധനം പുള്ളിയെ കാണിച്ചു. അതായത് ഏതൊരു സ്ത്രീകളെ പറ്റിയിട്ടും വായി തോന്നിവാസങ്ങൾ വിളിച്ച് പറയാം. ആ പരിപാടിയാണ് പുള്ളിക്കാരൻ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ? അതുമില്ല. എന്നിട്ട് പറയും ആൾക്ക് എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി ഉണ്ടോ? അതുമില്ല. എന്നിട്ട് പുള്ളി പറയാം എൻ്റെ കയ്യിൽ അതുണ്ട്, ഞാൻ കണ്ടതാണ്, വീഡിയോസ് കണ്ടതാണ്, അതാണ് മാടയാണ് കോടയാണെന്ന്. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ നാണോ ഉണ്ടോ? ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട, ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏതോ ഒരു ആങ്കറിനെ പറയുവാണ്, ആ ആങ്കറിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എവിടെയാ? രേണുസുധിയെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. രേണുവിന്റെ പേര് പറത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ദാനം തന്ന ആൾക്കാർ ചീത്ത പറയുന്നു എന്ന് കേൾക്കുമ്പോഴേ ഏതൊരു കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കുന്നുള്ളത് രേണുവിനെ പറ്റിയിട്ടാണ്. ചുമ്മാ അടിച്ചു വിടുക, ഇങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് മറ്റേ എന്റെ ഉപ്പൂപ്പന്റെ അടിച്ചങ്ങ് വിടുവാ. രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ട്. ആ പറഞ്ഞത് ന്യായമാ, ആ പറഞ്ഞത് അംഗീകരിക്കാം, 100% അംഗീകരിക്കുന്നത്. കാര്യം സൗജന്യം ആര് കൊടുത്തോ അവരുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കും, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇതെല്ലാം അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ ഇനി അയാൾ അങ്ങോട്ട് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ്സുകൾ ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തുമില്ല. ഞാൻ ആ ഒരു രീതിയിൽ എൻ്റെ ചാനൽ വഴി ഞാൻ ഇന്നേ വരെ രേണുവിനെ അങ്ങനെ മോശമായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. പക്ഷേ രേണു സോഷ്യൽ മീഡിയ കാണിക്കുന്ന സാധനങ്ങൾ, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയെ പറ്റിയിട്ട് ഞാൻ ഓഫ്കോഴ്സ് ഞാൻ പറയും, ഞാൻ അത് വിമർശിക്കുകയും ചെയ്യും. എന്നും പറഞ്ഞിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ വന്നിട്ട് ഞാൻ വേറെ കെട്ടാൻ പോവാണ്, 2 കെട്ട് 3 കെട്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് അണ്ണം വന്ന് ചുമ്മാ അടിച്ചങ്ങ് വിടുവാണ്. അത് നിങ്ങൾ കേട്ടോ, ബാക്കി കൂടെ കേട്ടോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഒന്ന് ആലോചിക്ക്, ദുബായിലെ ഏജന്റുമാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വാർത്ത എല്ലാ ആൾക്കാരോടും. അപ്പൊ ഒരു സ്ത്രീയെ എത്രത്തോളം അപമാനിക്കാമോ അതിന്റെ എക്സ്ട്രീം ആണത്. ഞാൻ ഒരു കാരണവശാലും ഈ സാധനത്തിനകത്തോട്ട് ഞാൻ യോജിക്കത്തില്ല, പറ്റത്തില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, രേണുവിന് അവിടെ ഫേസ് വാല്യൂ ഉണ്ട്, അതിനൊന്നും പറയാൻ പറ്റത്തില്ല. തൈക്കളവി എന്ന് പറയുമ്പോൾ ഈ തൈക്കളവനാ വന്നിരുന്ന പറയുന്നത് 2 കാലിൽ വന്നുള്ളവനെ 1 കാലിൽ വന്നുള്ളവരെ കുറ്റം പറയുന്ന അവസ്ഥയാണ്.
രേണു പല കാര്യങ്ങളൊക്കെ രേണു ഈ പറയുന്ന രീതിയിലുള്ള പല പ്രവർത്തികൾ, അതായത് ഈ ദാനം തന്ന ആൾക്കാരെ തെറി പറയുന്നു, സോഷ്യൽ മീഡിയ കാട്ടിക്കൂട്ടുന്നത്, പല പല കേസസ് നമുക്കറിയാം. പക്ഷെ രേണു ദുബായിൽ പോകുന്നത് മറ്റേ പരിപാടിക്കാന്നുള്ള രീതിയിൽ വന്ന് സംസാരിക്കുന്നത് എന്ത് ചെറ്റതരമാണ് മിസ്റ്റർ ശാന്തിവിള ദിനേശൻ? ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടോ? നൈസായിട്ട് പേര് പറയാം. ഞാൻ എന്താ പറ്റി നീ പേര് പറയാത്ത? നിങ്ങൾക്ക് പേടിയാണോ മക്കളെ? ധൈര്യമായിട്ട് പേര് പറയണോ? താൻ ധൈര്യമായിട്ട് പേരെടുത്ത് വെച്ച് പറ. ഈ ഒരു കാരണവശാലും ഇതിപ്പോ സത്യം രേണു മാത്രമല്ല, ഇതിപ്പോ വേറെ ഒരു സ്ത്രീകളെ പറ്റിയിട്ടും ഈ ഒരു തോന്നിയാസം വന്ന് പറയരുത്. ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കത്തില്ല. കാര്യം രേണുവിനെ ഒരുപാട് വിമർശിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു വീഡിയോ ഏകദേശം 1.5 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ട് രേണുവിന്റെ. പക്ഷെ അതെല്ലാം രേണു സോഷ്യൽ മീഡിയ കാണിക്കുന്ന പരിപാടികൾക്കാണ് നമ്മൾ അഗെയിൻസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഉള്ള കാര്യങ്ങൾ പറയണം, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അതിനെ ഒരു ഇതാക്കി എടുക്കുന്നതിനോടൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഓൾറെഡി ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതെ, പോരാഞ്ഞിട്ട് ഇല്ലാത്ത കുറെ സാധനങ്ങൾ പറയുന്നത് മാന്യമായിട്ടുള്ള സാധനം വല്ല ആണെങ്കിലും വേണ്ടില്ല, എന്തൊക്കെയോ അപരാധങ്ങൾ തോന്നുന്ന പോലെ ഒക്കെ അങ്ങ് അടിച്ചു കീച്ചു പോവാ. ഇയാള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഡയറക്ടറെ കണ്ടായിരുന്നല്ലേ പറയുന്നത്. ഞാൻ ഇയാളെ ഒന്നും ഒരു നെല്ലിക്ക പറിക്കാൻ പോലും ഒരു സിനിമയെ കണ്ടിട്ടില്ല ഈ ഇത്ര നാളായിട്ട്. ഇയാൾക്കാണെങ്കിൽ ലോകത്തുള്ള എല്ലാ സിനിമാ നടിമാരെയെ പറ്റി അറിയാം, എല്ലാ നടന്മാരെയും പറ്റി അറിയാം. ഇയാൾക്ക് മാത്രമേ അറിയാവൂ. നോക്കിയാൽ മതി, ഇയാളുടെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ് മമ്മൂട്ടി മുതൽ ഇന്നലെ വരെ വന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെ അതെ എല്ലാരെയും അറിയാം. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ മറ്റേ ലവളുണ്ടല്ലോ ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. അതല്ല ഇത് രേണുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട വീഡിയോ, മറ്റേ കള്ള് കുടിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഈ പൊട്ടം വിചാരിച്ചിരിക്കുന്നത് എന്തുവാ, രേണു കള്ളു കുടിച്ച് അവിടെ കിടന്ന് ചുമ്മാ കൂത്താടുന്ന പരിപാടി കാണിച്ചു എന്നുള്ള രീതിയിലാണ്. ചുമ്മാ ഏത് സുഹൃത്ത്? ഒരു സുഹൃത്തും ഇല്ല. ഇത് വായിത്തോന്ന് അങ്ങ് വിളിച്ചു പറയുവാണ് ഒരാളെ പറ്റിയിട്ട് വന്നിരുന്നിട്ട്. പിന്നെ രേണുവിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറ്റങ്ങൾ പറയാനുണ്ട്. കാര്യം സോഷ്യൽ മീഡിയ കാണിക്കുന്നതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. രേണു ചെയ്യുന്ന തെറ്റെന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യമേ അത് കാണിച്ചിട്ട് ഞാൻ സംസാരിക്കാം. ഇതിനകത്ത് എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത്. എന്ത് ഈ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ? ഇത് 2 ദിവസം മുമ്പ് രേണു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ദാസേട്ടനും കൂടെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ വിമർശനം ഉറപ്പ്. അപ്പൊ വിമർശിക്കാൻ വേണ്ടി വന്നൊരു സാധനത്തെ പുള്ളിക്കാര് തന്നെ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അടുത്ത ഉള്ള കോൺട്രവേഴ്സി എല്ലാം, അതായത് എന്തുവാ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാലേ സോഷ്യൽ മീഡിയ റീച്ച് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? മറ്റേ ടോപ്പിക്കൊക്കെ പറ്റി. എന്നിട്ട് നിൽക്കേ ഇതാണോ മന്ദാര ചെല്ല് റിലീസിന് മുൻപ് ദാസേട്ടന്റെയും രേണുവിന്റെയും എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത്. എന്തോന്ന് എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്ത്? ഇത് വേറെ വല്ല പരിപാടി എങ്ങാണോ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തെന്ന് പറയാനായിട്ട്? ഇതൊക്കെയാണ് രേണു കാണിക്കുന്ന അഭിപ്രായങ്ങൾ. മനസ്സിലായോ? ഇതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് വിമർശിക്കാം. ഇതൊക്കെ കണ്ടിട്ടാണ് ഇല്ല പുള്ളിയും അടിച്ചു വിട്ടത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ വിചാരിച്ചാണ് വേറെ എന്തൊക്കെ സംഭവമായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രേണുവിനെ ആൽബത്തിലെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? രേണുവിന്റെ അഭിനയ മികവ് കൊണ്ടല്ല. രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു മാർക്കറ്റ് വാല്യൂ, സോഷ്യൽ മീഡിയ രേണുവിനെ പറ്റിയിട്ട് എന്തെങ്കിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അഫ്കോഴ്സ് അത് റീച്ച് ആകും. മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ് രേണുവിനെ എല്ലാവരും വിളിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ കണ്ടില്ലേ, എക്സ്ക്ലൂസീവ് രംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേണുവിനെ തെറി വിളിക്കാനെങ്കിലും 4 പേര് കയറും. അതിന് ചെയ്യുന്ന പരിപാടി ഉണ്ട്. കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇത് രേണു ഇമാതിരി അപരാധ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഓരോരുത്തന്മാര് വേറെ കുറെ അപരാധങ്ങളുമായിട്ട് ഇറങ്ങും. ഇനി ബാക്കി നമുക്ക് ശാന്തിവിള പറയുന്ന കേൾക്കാം. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന. ഒന്ന് ആലോചിക്കേ, അതായത് എന്തിനും ഏതിനും റെഡിയാണ്. ദുബായിലത്തെ മുന്തിയ ഐറ്റം ആണ് എന്ന് എനിക്കൊന്നും പറയാനില്ലടേ സത്യം പറഞ്ഞ. ഈ ശാന്തിവിള ദിനേശൻ എന്തുവാടേ ഇത്? ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെന്നും പറഞ്ഞ് എന്തും വിളിച്ച് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിക്ക്. രേണു ചെയ്യുന്ന സാധനത്തെ പറ്റിയിട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും?
വിമർശിക്കാം, ചെയ്യുന്ന കാര്യത്തില് വിമർശനം ഉണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാം. ആ, പക്ഷേ അതിന് ഒരു ഇല്ലാത്ത മാന്യത കഥകൾ വേണം. ഉണ്ട്. ഈ പുള്ളി രാത്രി ഉറങ്ങി കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ട് പുള്ളി രാവിലെ എനിക്ക് അടിച്ചു വിട്ടു. ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ സ്ഥിരം കണ്ടന്റുകളിലെല്ലാം ഇങ്ങനെയാണ്. സത്യമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അയാൾ ഐഡിയപരമായിട്ട് കളിച്ചതാ. അയാൾ രേണുവിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല, അറിയോ? കാര്യം ഇൻ ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. തൻ്റെ കണ്ണിൽ കാണാതെ അല്ലെങ്കിൽ തനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലാതെ ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ വന്ന് ആരോപണം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായോണ്ട് ഈ ഫോട്ടോ വയ്ക്കാത്തത്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ വെച്ചിട്ട് നിങ്ങൾ എന്തിനിങ്ങനെ നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലും ഇല്ലേ ഈ പറയുന്ന സ്ത്രീകള്? ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് എഴുതി വെച്ച് നോക്കി സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അയാൾ പറയുവാണ്. ഇത് വെൽ പ്രിപ്പയർഡ് ആണ്. ഇതിലും ഭേദം ഉണ്ടല്ലോ. പണ്ട് ഈ എന്താ പറയണ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ചാനലുകളുണ്ട്. ആ ചാനലുകളൊക്കെ ഇയാൾ ഫേസ് കാണിക്കാതെ ചെന്നിരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞാൽ നല്ല ഹിറ്റാ, നല്ല വ്യൂവർഷിപ്പ് കിട്ടും, അടിപൊളിയാ. അണ്ണാ ഇത് ആ സമയം കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. ആ മാഗസീനൊക്കെ നമ്മൾ ഇവിടുന്ന് നിർത്തലാക്കി. ഇപ്പോഴും ആ സാധനമാണ് ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണം വെക്കുന്നത് നമ്മൾ അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വേണം. തീർച്ചയായിട്ടും ഇത് വെറും ഒരു ആരോപണമാണ്, ഇതൊരു അലിഗേഷൻ ആണെന്ന് ഇദ്ദേഹത്തിന് തന്നെ പൂർണ്ണ ബോധ്യമുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കാമ്പോ കഴമ്പോ ഉണ്ടോ എന്ന് ഇനിയിപ്പോ തെളിയിക്കേണ്ട ഒരു ബാധ്യത നിങ്ങളുടെ പടത്തേക്ക് ഇരിക്കും. തീർച്ചയായിട്ടും തെളിയിക്കേണ്ടി വരും. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഇതിന് ഒരു ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ രേണു ഒക്കെ നേരെ പോയിട്ട് ഡയറക്റ്റ് പോയി ഇവന്റെ വീട്ടിൽ ചെന്ന് ചോദിക്കണം. നീ കണ്ടോടാന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കണം. അതാണ് ചെയ്യേണ്ടത്. പണമെന്ന് പറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ലല്ലോ. ദിവസവും കാറ് വാങ്ങിക്കുക. എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. ആ നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങിക്കുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ല. ധാരണയുണ്ട്, ഒന്നുമില്ല. അല്ല ധാരണയുണ്ട്, അകത്താവുന്ന ധാരണയുണ്ട്. മനസ്സിലായില്ലേ? കേസിനെ പറ്റിയിട്ടുള്ള സീരിയസ്നെസ് എല്ലാം അറിയാം. എന്നിട്ട് ഈ തോന്നിയ ദിവസങ്ങൾ വിളിച്ച് പറയുന്നത് ശാന്തി വിള. അതുകൊണ്ട് പേരുമില്ല, നാളുമില്ല, ഊരുമില്ല, കൂട്ടുകാരില്ല, ഒന്നുമില്ല. ഇത് കണ്ടിട്ട് ഒരു പക്ഷേ കുറെ ആൾക്കാർ എന്നെ വന്ന് മേ ബി തെറി വിളിക്കുമായിരിക്കും. അവൾ ചെയ്യുന്ന പ്രവൃത്തി അതുകൊണ്ടല്ലേ, അത് മാടായോടെയാണ്. ഞാൻ ഒരിക്കലും രേണുവിൻ്റെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഞാൻ കാണാത്തതും കേൾക്കാത്തത് ഞാൻ ഒന്നും പറയത്തില്ല. രേണു ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ സുധിച്ചേട്ടൻ്റെ ടാറ്റു അടിച്ചുകൊണ്ട് നടക്കും, ഞാൻ സുധിച്ചേട്ടനെ പറ്റിയിട്ട് പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം കല്യാണം കഴിഞ്ഞിട്ടും പിന്നെ ഇതിനാടെ സുധി വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് കെട്ടുന്ന ആൾക്ക് തീരെ വില കൊടുക്കാത്ത ഒരു സാധനമാണത്. അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ സംസാരിക്കും? അപ്പം നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും. സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി. ഇതിനകത്ത് വേറൊരു കേസ് അറിയൂടാ. ഈ ഫോട്ടോയും കാര്യങ്ങളൊന്നും വെക്കണമെന്നൊന്നുമില്ല. ആ വിക്ടിമിന്റെ ഐഡന്റിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതും തെറ്റാണ്. രാഹുൽ ഈശ്വർ പോയി കിടന്നേ ഓർക്കുന്നു. ഇതിനകത്ത് ഇയാൾ ദാനം തന്ന ഒരു ചീത്ത വിളിക്കുന്നതാന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി രേണു സുധിയേ ഉള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ല, ഇതിനകത്ത് ഇയാൾ വേറൊരു കളി കളിച്ച് ആ ക്ലിപ്പ് ഞാൻ മേടിച്ചിട്ടില്ല, അങ്ങനെ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടത്ര വെച്ചിട്ടാണ് പുള്ളി അടിച്ചത്. അതാണ് ഇയാൾക്കൊന്നിനും ഉറപ്പില്ല. പുള്ളിക്ക് അറിയില്ല. പുള്ളിയോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതാരാന്ന് പുള്ളി വെളിപ്പെടുത്തുന്നില്ല. ആദ്യം പറഞ്ഞ ആങ്കർ ആരാന്ന് പുള്ളി വെളിപ്പെടുത്തിയിട്ടില്ല. ഒന്നുമില്ല, അതൊരു പുക പോലൊരു സാധനം. വായിത്തോന്ന് ഞാൻ വിളിച്ചു പറയാം. ഇനി രേണുവിന്റെ ഞാൻ 1-2 വീഡിയോസ് ഇവിടെ കാണിക്കാം. രേണു കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ വിഷയത്തിൽ പ്രതികരിച്ചൊരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് വീണ്ടും ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട്, അതായത് ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്ത്. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ എനിക്ക് ഇന്നും വന്നല്ലോ ദുബായ് കഴിഞ്ഞിട്ട് ബാക്കി. അതിനൊക്കെ മറുപടി എന്താ പറയണ്ടില്ല. ആ പറയുന്നതിന്റെ തന്നെയും തള്ളക്കി വിളിക്കാൻ അല്ലാതെ ഒരു മാർഗവും ഇല്ല ഇപ്പൊ എനിക്ക്.
കാരണം അവനൊക്കെ അനുഭവിക്കണം. അവൻ ഈ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയത് അവനൊരു മനുഷ്യനല്ലേ. ഫേക്ക് ഐ ഡി ഒന്നും അല്ല, ശാന്തിവിള ദിനേശനാണ് ഇതൊക്കെ വന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ ഫേക്ക് ഐ ഡി ഇട്ട് അഥവാ അങ്ങനെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അത് ശാന്തിവിള ഉണ്ടാക്കിയ ഫേക്ക് ഐ ഡിയാ, അല്ല വേറെ ആരും ഉണ്ടാക്കിയതല്ല. പുള്ളിക്കുള്ള മറുപടി രേണു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കുള്ള ഒരു മറുപടിയാണ് രേണു സത്യം പറഞ്ഞാൽ കൊടുക്കുന്നത്. അവന് ചോരയും നീരും അവന് തന്തയും തള്ളയുള്ള അല്ലെങ്കിൽ അവന് പെണ്ണുമ്പിള്ള ഉള്ളതല്ലേ. അവനൊക്കെ ഇരുന്ന് ഈ കമന്റ് എടുത്ത് ദുബായ് പിന്നെ ബാക്കി അപ്പൊ പിന്നെ ആ പറഞ്ഞവന്റെ തന്തയും തള്ളയല്ലേ, അവൻ പറഞ്ഞവന്റെ പെണ്ണുമ്പിള്ളയാണത്. അല്ല, ഈ ആരോപണം രണ്ടുപേരെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന് ശാന്തിവിള ദിനേശൻ, പിന്നെ ഈ ചോദ്യം ചോദിച്ചവൻ. ഈ ചോദ്യം ചോദിച്ചവൻ ശാന്തിവിള ദിനേശൻ അല്ല, നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കമന്റ് പോലും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇത്രയും കൃത്യമായിട്ട് ഇതൊക്കെ ചൂഞ്ഞഴിഞ്ഞ് കണ്ടുപിടിക്കുന്ന ആരാ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി നമ്മളെല്ലാരും ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ ഇതിന്റെ കമന്റ് സെക്ഷനിലെല്ലാം പോയി നോക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സാധനം നമ്മൾ കേട്ടിട്ടേ ഇല്ല. സത്യം. എൻ്റെ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ്. അനക്കാൻ വയ്യ, എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എടി ഷഫീനെ, നീ നിർത്തിയില്ല എടി, നാണം ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ് എല്ലാം കുത്തിയിരുന്ന് കാണുന്നുണ്ട്. രേണു ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടി. സകല വീഡിയോ കണ്ട് ഇപ്പം തന്നെ പല്ല് വയ്യാതെ കിടന്നിട്ട് പോലും ഷഫീനയുടെ വീഡിയോ കട്ടലിൽ കിടന്ന് കണ്ടിട്ട് അത് ഇന്നിട്ട് സഹിക്കാൻ വയ്യാതെയാണ് റിയാക്ട് ചെയ്യുന്നത്. എല്ലാ വീഡിയോ കാണുന്നുണ്ട്. ഷെഫീന ചേച്ചി പോപ്പുലർ ആണെങ്കിലും പറയാം. SP ബ്ലോഗ്സിന്റെ വീഡിയോ ഇവരെങ്ങനെ കണ്ടേ? അതെ, അതൊന്നും നമ്മളൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു ചാനലായിരുന്നത്. ആ വീഡിയോ കണ്ട് അതുൽ ബ്ലോഗ്സിനെതിരെ എങ്ങനെ കേസ് കൊടുത്തേ? ഇതെല്ലാം ആരോ പറഞ്ഞ് പുള്ളിക്കാരി കേട്ടിട്ടുണ്ടത്രേ. ഈ പറയുന്ന ആളെയാണ് സംശയിക്കേണ്ടത്. പുള്ളി തെറ്റാതെ കേട്ടിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അതേപോലെ രേണുവിന്റെ അടുത്ത് പോയി പറഞ്ഞു. അത് ആരാണ് ഈ ഫ്രണ്ട്? എല്ലാവരും ഇത്ര പോലെ ഇതിനു വേണ്ടി അങ്ങ് ഇരിക്കുന്ന ഫ്രണ്ട് ആരാ? എന്നിട്ട് രേണു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കൊളാവിട്ട സാധനത്തിന്റെ അടിയിൽ വന്ന കമന്റുകൾക്ക് ഞാൻ നല്ല പുഴുത്ത ചീത്ത വിളിച്ചിട്ടുണ്ട്. രേണു പക്ഷെ കമന്റ് കാണാറില്ല, വീഡിയോ കാണാറില്ല, ഒന്നും കാണാറില്ല. കമന്റ് മാത്രം ഇങ്ങനെ വായിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് വരും. ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനത് നോക്കിയത്. അപ്പോഴാണ് നാളുകൾക്ക് ശേഷം ഞാൻ ഫേസ്ബുക്ക് നോക്കുന്നത്. കുറച്ച് നാൾക്ക് മുന്നേ അതിനകത്ത് ലൈവ് വന്നിട്ട് പോയതേ ഉള്ളൂ. അതെ അതെ. അപ്പോഴാണ് നിന്റെ വീഡിയോ കിടക്കുന്നത്. എടി, നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണ് നീ ഇടണ്ട, ഞാൻ കാണത്തില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറേ മരവാഴകളില്ലേ, അവർ കാണാനാണ് നീ ഇട്ടോ. എന്നെ നെഗറ്റീവ് അടിക്കുന്ന, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന മരവാഴകളില്ലേ, അവർ കാണാനിട്ടോ. രേണുസുതി നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടല്ലോ? നീ ഇട്ടോണ്ടിരുന്നു. ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ ആണ്. നീ ഇട്ടോണ്ടിരിക്കും ഷഫീന, കേട്ടോടി. ഷഫീന ബേബി ഇതിനുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാണ് കാണത്തില്ല, ഒന്നും കേൾക്കത്തില്ല. പക്ഷെ എന്താണോ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള കൃത്യമായ മറുപടികൾ കൃത്യമായിട്ട് അതെങ്ങനെ പുള്ളിക്കാരിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുള്ള ഒരു പിടിയുമില്ല. അതാ പറഞ്ഞേ, പബ്ലിക്കായിട്ട് വന്നിരുന്ന് കള്ളം പറയുക, വേറെ ഒന്നുമില്ല. ഇത് ഈ ഒരു സ്ത്രീയുടെ സ്വഭാവമാണ്. ഇതൊന്നും ഇവർ മാറ്റാനായിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവൃത്തികളൊക്കെ നമ്മൾ തീർച്ചയായി കഴിഞ്ഞാലും ഇവരെ വിമർശിക്കും. പക്ഷെ മറ്റേ രീതിയിലുള്ള പരിപാടികളൊന്നും ഞാൻ ഒരു കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതെ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്ന് പച്ചയ്ക്ക് അവരതും പറയരുത്. അത് വളരെ തെറ്റാണ്. അതിനിപ്പോൾ ആരായി കഴിഞ്ഞാലും ആരെക്കുറിച്ചും ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഇങ്ങനെ ഒന്നും പറയരുത്. അതായത് ഇത്രയുള്ള സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.